സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഒഫീഷ്യൽ ട്രെയിലർ റിലീസിന് മുന്നോടിയായി ഓരോ മണിക്കൂറിലും ഓരോ സെക്കൻഡ് വെച്ചുള്ള ക്ലിപ്പ് ഇടുന്നതിനൊരു അന്ത്യമില്ല. ഇന്നലെ രാത്രി വന്ന ആദ്യത്തെ ഒരു 4-5 ക്ലിപ്പിൻ്റെ ബ്രേക്ക് ഡൗൺ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു രാവിലെ എണീക്കുമ്പോൾ വേറെ കുറേ ക്ലിപ്പ് വരുവാണ് വീഡിയോ ചെയ്യാമെന്ന്. രാവിലെ എണീറ്റിട്ട് ആദ്യം നെറ്റ് ഓൺ ആക്കിയപ്പോൾ കിട്ടിയ നോട്ടിഫിക്കേഷൻ 12th ക്ലിപ്പ് ഓഫ് ബ്രാൻഡ് ന്യൂ ഡേ ഹാസ് ബീൻ റിലീസ്ഡ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ അതേ കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. മിക്കവാറും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത് ഇറങ്ങും. അപ്പോൾ ഞാൻ വീണ്ടും ഇത് പോയി റെക്കോർഡ് ചെയ്യണം. എന്തായാലും കുറേ ബ്രേക്ക് ഡൗൺ ചെയ്യാനുള്ള സ്റ്റഫുണ്ട്. എസ്പെഷ്യലി പണിഷറിനെ നമുക്ക് ആദ്യമായിട്ട് കിട്ടി. അതേപോലെ സേഡി സിംഗിൻ്റെ ക്യാരക്ടറാണെന്ന് തോന്നുന്നു, നമുക്കൊരു ടീസ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്പൈഡർമാൻ്റെ സ്വിങ്ങിങ് സീൻ, സ്യൂട്ടിലെ കുറേ ഡീറ്റെയിൽസ്, അങ്ങനെ പറയാൻ കുറേ കാര്യങ്ങളുണ്ട്. സോ നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു കമ്മിങ് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ആറാമത്തെ ക്ലിപ്പിലേക്ക് വരികയാണെങ്കിൽ പീറ്റർ ഒരു വലിയ സ്കൈ സ്ക്രാപ്പറിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അവിടെ വെച്ചിട്ട് തന്നെ സ്പൈഡർമാൻ മാസ്ക് വലിച്ച് മുഖത്തേക്ക് ഇടുന്നു. എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഫാക്ടർ 14ാമത്തെ ക്ലിപ്പ് റിലീസായി. ഇപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷനാണ്. അതായത് കറക്റ്റ് 6ാമത്തെ ക്ലിപ്പ് എവിടെയാണ് കട്ട് ചെയ്യുന്നത് അവിടെയാണ് 14ാമത്തെ ക്ലിപ്പ് വരുന്നത്. സോ ഇവിടെ സ്പൈഡർമാൻ ഒറ്റ പോക്കാണ് താഴോട്ട്, അതായത് ഫ്രീ ഫാൾ ചെയ്യുന്ന പോലെ ഒരു ഒറ്റ പോക്ക് താഴോട്ട്. അതിനുശേഷമുള്ള സീനായിരിക്കണം ഒരുപക്ഷെ നമുക്ക് 8ാമത്തെ ക്ലിപ്പായിട്ട് കിട്ടിയത്. സോ സ്പൈഡർമാൻ താഴെ ഇങ്ങനെ പറന്നു പോകുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മൾ അമേസിങ് സ്പൈഡർമാനിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഫീലാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ വിൻഡൊക്കെ ആ സ്യൂട്ടിൽ തട്ടുന്ന എഫക്റ്റൊക്കെ അമേസിങ് സ്പൈഡർമാനിലെ പോലെയാണ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ടോമിൻ്റെ സ്പൈഡർമാനിൽ ലാക്ക് ചെയ്ത കുറേ കാര്യങ്ങൾ ഈ ഒരു വിഷ്വൽസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട്. 6th പാർട്ടിൻ്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷനാണ് ഈ 14ാമത്തെ ക്ലിപ്പ്. അതിന് ശേഷമാണ് 8ാമത്തെ ക്ലിപ്പ്. അടുത്ത സെറ്റ് ഓഫ് ക്ലിപ്സ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം MJയും നെഡും തിരികെ എത്തിയിരിക്കുകയാണ്. 7ാമത്തെ ക്ലിപ്പിലേക്ക് വരികയാണെങ്കിൽ MJയും സ്പൈഡർമാനും രാത്രി ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്ന് എന്തോ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്തോ ഒരു ഇൻവെസ്റ്റിഗേഷൻ സംതിങ് ആണെന്നാണ് നമുക്ക് ഈ ഒരു സീനിലൂടെ വ്യക്തമാവുന്നത്. നമുക്കറിയാം നോവേ ഹോമിൻ്റെ അവസാനത്തോടു കൂടി പീറ്റർ പാർക്കറിനെ MJയും നെഡും അടക്കം എല്ലാവരും മറന്നു കഴിഞ്ഞു. പക്ഷേ സ്പൈഡർമാനെ ആരും മറക്കുന്നില്ല. സ്പൈഡർമാൻ എന്ന ഹീറോയും ആ ഒരു ക്യാരക്ടർ ചെയ്ത ഹീറോയിക്സും ഒക്കെ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ MJ ഏതെങ്കിലും ഒരു കാര്യത്തിന് സ്പൈഡർമാനെ സഹായിക്കാൻ എത്തിയതാവാം. പിന്നെ നമ്മൾ അതേപോലെ 12th പീസിലേക്ക് വരികയാണ്, 12th ക്ലിപ്പിലേക്ക് വരികയാണെങ്കിൽ പീറ്റർ ഒരു ഹോട്ടലിലൊക്കെ ഇരിക്കുമ്പോഴേക്കും അവിടേക്ക് നെഡ് നടന്നു വരുന്നത് കാണുന്നുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി നെഡിന് പീറ്ററിനെ അറിയില്ല. പക്ഷേ പീറ്ററിന് ഇവരെല്ലാം ഓർമ്മയുള്ളതുകൊണ്ട് ഇമോഷണലായിട്ട് ഇങ്ങനെ നോക്കുന്നത് കാണാം. 13ാമത്തെ പീസിലേക്ക് വരികയാണെങ്കിൽ സ്പൈഡർമാൻ ഒരു അവാർഡ് കിട്ടുന്നത് TV കാണിക്കുകയാണ്. സ്പൈഡർമാൻ റിസീവ്സ് ദ കീ ടു ദ സിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. സ്പൈഡർമാൻ 3-ലൊക്കെ ക്യാരക്ടറിനെ ആദരിച്ചിട്ടുണ്ടായിരുന്നല്ലോ ടോബിയുടെ, അതുപോലെയാണ് ഇവിടെ കാണുമ്പോൾ തോന്നുന്നത്. അപ്പോൾ TV ഒരു ന്യൂസ് MJയും നെഡും കാണുകയാണ്. സോ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നേരത്തെ പറഞ്ഞല്ലോ പീറ്ററിനെ ഇവർക്കാർക്കും ഓർമ്മയില്ല. പീറ്റർ ഒരു സ്ട്രേഞ്ചർ. പക്ഷേ സ്പൈഡർമാൻ ഇവർക്ക് എല്ലാവർക്കും അറിയാം. സ്പൈഡർമാനെ സഹായിക്കാൻ ഇവരെല്ലാവരും റെഡിയാണ്. ഒരുപക്ഷെ ഈ ഒരു സിനിമയിൽ ഒരിക്കലും പീറ്ററിൻ്റെ ആ ഒരു പഴയ പാസ്റ്റ് ഒന്നും തന്നെ MJയോ നെഡോ അറിയാൻ സാധ്യതയില്ല. ഇവരൊക്കെ പീറ്ററിൻ്റെ ഫ്രണ്ട്സിൽ നിന്ന് മാറി സ്പൈഡർമാൻ്റെ ഫ്രണ്ട്സായിട്ട് മാറുന്നൊരു സ്റ്റോറി ആർക്കായിരിക്കാം ഇവിടെ കടന്നു വരുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ട്രെയിലറിൽ ഏറ്റവും അധികം കാത്തിരുന്ന എൻട്രികളിലൊന്ന് ഇതായെത്തി. സ്പൈഡർമാൻ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരൊറ്റ ഇടിയാണ് ദേ വരുന്നു പണിഷർ ജീപ്പിൽ. അപ്പോൾ പണിഷറിൻ്റെ ഈ ഇടിക്കുന്ന സീൻ ആക്ച്വലി നമ്മൾ ഫാർ ഫ്രം ഹോമിൽ കണ്ടിട്ടുണ്ടായിരുന്നു, സ്പൈഡർമാനെ ട്രെയിൻ അടിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഒറിജിനലി നമ്മുടെ അമേസിങ് സ്പൈഡർമാനിലെ ആൻഡ്രൂവിനെ വണ്ടി അടിക്കുന്ന ഒരു സീനുണ്ട്. അതിലേക്കുള്ളൊരു ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഹോമാജ് ആണ്. ഫാർ ഫ്രം ഹോമിന് ശേഷം ഇവിടേക്കും വീണ്ടും ആ ഷോട്ട് അവർ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. സോ പണിഷർ ഈ സിനിമയിൽ ഹാൻഡ് എന്ന് പറയുന്ന നമ്മൾ ഡെയർ ഡബിൾ സീരീസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു വില്ലന്മാർ ഉള്ളത് കൊണ്ടാണ് ഇൻവോൾവ് ആവുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും സ്പൈഡർമാൻ പണിഷർ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺട്രാസ്റ്റിൽ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സാണ്. സോ ഇവർ രണ്ടുപേരും ഒരുമിക്കുന്ന ഒരു ടീമൊക്കെ ഒക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇനി നമ്മൾ 10ാമത്തെ ക്ലിപ്പിലേക്ക് വരികയാണെങ്കിൽ ഒരു പുതിയ ക്യാരക്ടറിനെ കാണുന്നു. പുറം തിരിഞ്ഞാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ആരാണെന്ന് വ്യക്തമല്ല. പക്ഷേ ബ്ലോണ്ട് ഹെയർ ആണ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തോ ഒരു ടെക്കും കമ്പ്യൂട്ടറിലേക്കൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇത് മിക്കവാറും സേഡി സിംഗിൻ്റെ ക്യാരക്ടർ ആവാനാണ് ചാൻസ് കൂടുതൽ. ആൻഡ് സേഡി സിംഗ് ചെയ്യുന്നത് ജീൻ ഗ്രേ ആണെന്ന് കൺഫേം ആയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഷത്ര എന്നൊരു ക്യാരക്ടർ ആയേക്കാമെന്നായിരുന്നു പല വീഡിയോയിലും പറഞ്ഞത്. പക്ഷേ ജീൻ ഗ്രേ ആണെന്ന് ഇപ്പോൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഇൻസൈഡ് സോഴ്സസ് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാകും ജീൻ ഗ്രേ ഇവിടെ കണക്റ്റ് ആവുക? ഇത് MCUവിലെ ജീൻ ഗ്രേ ആണോ മറ്റൊരു മൾട്ടിവേഴ്സിൽ നിന്ന് വന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. അതേപോലെ ഈ ഒരു ഷോട്ട് മാത്രമായിരിക്കും നമുക്ക് ട്രെയിലറിലും കിട്ടുക എന്നറിയില്ല. ഒരു പക്ഷേ ഫേസ് റിവീൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. മേ ബി ഈ ട്രെയിലർ അല്ലെങ്കിൽ സെക്കൻഡ് ട്രെയിലറിൽ അത് കിട്ടിയേക്കാം. ജീൻ ഗ്രേ കാണിക്കുന്ന എക്സാക്ട് ക്ലിപ്പിൽ തന്നെ അതിനുശേഷം ഒരു എക്സ്പ്ലോഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പ്ലോഷൻ കാണാൻ ആൾക്കാരെല്ലാം ഓടുകയാണ്. അതേസമയം ഒരു നറേഷനും വരുന്നുണ്ട്, റിഗ്രറ്റ്സ് എന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഏതോ ഒരു ക്യാരക്ടർ ഈ ഹോൾ ട്രെയിലർ നറേറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് മനസ്സിലാവുന്നില്ല. വാച്ചറാണ്, നിക് ഫ്യൂരി ആണെന്നൊക്കെ കുറേ തിയറി വരുന്നുണ്ട്. ആരാണെന്ന് നിങ്ങൾ തന്നെ ഗസ് ചെയ്ത് പറയുക. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് സ്പൈഡർമാൻ നേരെ ടാങ്ക് ഫയർ ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു
സ്പൈഡർമാൻ്റെ കണ്ണ് കാണിക്കുന്ന സ്യൂട്ടിനകത്ത് ഒരു സീനുണ്ട്. അപ്പോൾ അതിന് നേരെ എക്സ്പ്ലോഷൻസ് ഒക്കെയാണ് നമുക്ക് ആ കണ്ണിലെ കൃഷ്ണമണിയുടെ കാണാൻ സാധിച്ചത്. മേ ബി അതും ഇതും കണക്റ്റഡ് ആയിരിക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു സെറ്റ് വീഡിയോ ഉണ്ടല്ലോ, അതുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. പക്ഷേ ടാങ്ക് കണ്ടിട്ട് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നു. അതിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കുറച്ചുകൂടി ഒരു ആർമി വൈബ് വരുന്ന ഒരു ചന്ദന കളർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ടൈപ്പ് ആ ഒരു ടാങ്കാണ്. ഇവിടെ ഒരു ബ്ലാക്ക് ടാങ്കാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ നമുക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 18ാമത്തെ പീസ് ഓഫ് ക്ലിപ്പ് കിട്ടുന്നുണ്ട്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടാങ്ക് ഉണ്ടല്ലോ, ആ ടാങ്കിനെ പീറ്റർ ചാടി വരുന്നതാണ്. അതേപോലെ ആ ടാങ്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും പീറ്റർ വല വെച്ചിട്ട് അത് പിടിച്ച് നിർത്തുന്നു, അതിലൂടെ ആൾക്കാരെ രക്ഷിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. സോ മിക്കവാറും നമ്മൾ ഈ കണ്ട എക്സ്പ്ലോഷൻ സീനും ഇതെല്ലാം ഒരൊറ്റ സീക്വൻസിൻ്റെ കുറച്ച് പാർട്സ് ആയേക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് കാണാനുള്ളൊരു 15ാമത്തെ ക്ലിപ്പാണ്. സോ അവിടെ ഓൺ മെയ് ഉണ്ടല്ലോ, നമ്മുടെ മെയ് പാർക്കർ, ഓൺ മെയ്യുടെ ഗ്രേവിലേക്ക് പീറ്റർ പോകുന്നതാണ്. ഒരുപക്ഷെ ഇത് സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഉള്ളതായിരിക്കാം. അതിനുശേഷം കാണുന്നത് MJയുടെ പുതിയ ബോയ് ഫ്രണ്ടിനെയാണ്. ആരാണ് ഈ ആക്ടർ എന്ന് വ്യക്തമല്ല, അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഒരു പാർട്ടിയിൽ വെച്ചിട്ടാണ് പീറ്റർ MJയുടെ പുതിയ ബോയ് ഫ്രണ്ടിനെ കാണുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സ്പൈഡർമാനുമായിട്ട് MJയും നെഡും ഒക്കെ ഭയങ്കര ഫ്രണ്ട്സായിട്ട് ഈ സിനിമയിലൂടെ മാറിയേക്കാം. പക്ഷേ സ്പൈഡർമാൻ്റെ റിയൽ ഐഡൻറ്റിറ്റി പീറ്റർ അവരറിയുന്നില്ല. ആൻഡ് പീറ്ററെ അവർക്ക് ഒബ്വിയസ്ലി അറിയില്ല, നോ വേ ഹോമിൻ്റെ അവസാനമുള്ള സ്പെല്ല് കാരണം. സോ ഇവിടെ ആ ഒരു ഡൈനാമിക്ക്, പണ്ട് പീറ്ററിൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു ഇവരെങ്കിൽ ഇപ്പോൾ സ്പൈഡർമാൻ്റെ ഫ്രണ്ട്സ് ആണെന്ന രീതിയിലായിരിക്കും ഈ സിനിമ അവസാനിക്കുമ്പോൾ ഇവർ എത്തിച്ചേരുക. ഇനി നമുക്ക് 17ാമത്തെ പീസിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ പീറ്റർ ഏതൊരു മെഷീനകത്ത് സ്കാൻ ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ ജീൻ ഗ്രേയുടെ സീനിൽ എന്തോ ടെക്കൊക്കെ കൈവച്ചിരിക്കുന്നത് കണ്ടിരുന്നു. മേ ബി അതുമായിട്ട് ഇത് കണക്റ്റഡ് ആയിരിക്കാം. സ്പൈഡർമാനെ ജീൻ ഗ്രേ ട്രാപ്പിലാക്കി സ്പൈഡർമാനെ സ്കാൻ ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പൈഡർ കൊക്കൂൺ തിയറി, സ്പൈഡർമാൻ ആക്ച്വൽ വെബ് പവേഴ്സ് കിട്ടുന്നത്, അതല്ലെങ്കിൽ ജീൻ ഗ്രേ സ്പൈഡർമാൻ്റെ പവേഴ്സ് എന്താണെന്നറിയാൻ ടെസ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഇവിടെയുണ്ട്. 19ാമത്തെ ക്ലിപ്പിലേക്ക് വരികയാണെങ്കിൽ പീറ്റർ ഒരു റൂമിൽ നിൽക്കുകയാണ്. ഇത് മിക്കവാറും പീറ്റർ നേരത്തെ നോവേ ഹോമിൻ്റെ അവസാനം മേടിച്ച ആ ഒരു സെയിം അപ്പാർട്ട്മെൻറ്റ് തന്നെയാണെന്ന് തോന്നുന്നു. അവിടെ പീറ്ററിന് ചുറ്റും മൊത്തം വലകൾ കാണുന്നുണ്ട്. സോ നമ്മുടെ ഒറിജിനൽ ടോബി മഗ്വയറിൻ്റെ സിനിമയിൽ രാവിലെ ടോബി എണീക്കുമ്പോൾ മൊത്തം വലയാവുന്ന ആ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ഡിഫറൻറ്റ് വേർഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല നമ്മളിതിൻ്റെ ബാക്കിൽ ശ്രദ്ധിച്ചാൽ അവിടെ കുറേ കമ്പ്യൂട്ടർ സെറ്റപ്പ് ഇരിക്കുന്നതാണ്. നേരത്തെ സേഡി സിംഗിൻ്റെ ജീൻ ഗ്രേ ക്യാരക്ടർ അപ്പോൾ നിന്നത് ഇതേ സെയിം സ്പോട്ടിലാണ്. സോ ഇത് നമ്മുടെ പീറ്റർ മിക്കവാറും ഈ ക്രിമിനൽസിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജി ആയിരിക്കാം. നമ്മൾ നോവേ ഹോമിൻ്റെ അവസാനം കാണുന്നത് പീറ്റർ റേഡിയോയിൽ നിന്ന് കേൾക്കുന്ന പോലെയാണ്. പക്ഷേ ഇവിടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ടെക്ക് പീറ്റർ പിന്നീട് സ്വയം അധ്വാനിച്ച് കണ്ടെത്തി ആ ഒരു പൈസ കൊണ്ട് റെഡിയാക്കി. സോ മിക്കവാറും ഈ ഒരു സെയിം സ്ഥലത്തേക്ക് ജീൻ ഗ്രേ കടന്നു വരുന്നതും അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ സിനിമയിൽ നല്ല രീതിയിൽ കാണിക്കാം. ഇവർ തമ്മിലുള്ള ഒരു ബിഗ് ഫൈറ്റും അതുകൊണ്ട് തന്നെ ഉണ്ടായേക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഈ വലയെല്ലാം മൊത്തത്തിൽ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കൊക്കൂൺ തിയറി ഉണ്ടല്ലോ, സ്പൈഡർമാൻ ഒരു കൊക്കൂൺ അകത്തായി പിന്നീട് അത് പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോൾ ഓർഗാനിക് വെബ് ഷൂട്ടിംഗ് കിട്ടും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. അത് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. 20ാമത്തെ ക്ലിപ്പിലേക്ക് വരികയാണെങ്കിൽ പീറ്റർ ഒരു വാഷിംഗ് മെഷീൻ്റെ സൈഡിൽ ഇരിക്കുന്നതാണ് കാണുന്നത്. അതിൻ്റെ ആ വാഷിംഗ് മെഷീനകത്ത് സ്പൈഡർമാൻ്റെ പീറ്റർ ഉണ്ടാക്കിയ ആ ഒരു പുതിയ സ്യൂട്ട് ഉണ്ടല്ലോ, അതിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക, അതിങ്ങനെ കറങ്ങി തിരിയുന്ന കാണിക്കുന്നു. നമുക്ക് നറേഷൻ പോകുന്നുണ്ട്, ഹൂ വിൽ മേക്ക് ഇറ്റ് ത്രൂ എന്നാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വലിയ നറേഷൻ്റെ ഓരോരോ ഡയലോഗ് വെച്ചാണ് കിട്ടുന്നത്. എഡിറ്റ് ചെയ്യുന്നതിനിടെ 21ാമത്തെ ക്ലിപ്പ് വന്നു. ആൻഡ് വി ഗോട്ട് സ്കോർപ്പിയൺ. നേരത്തെ തന്നെ കൺഫേം ആയൊരു കാര്യമായിരുന്നു സ്കോർപ്പിയൺ ഈ സിനിമയിൽ തിരിച്ചു വരുന്നത്. സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിൽ ടീസ് ചെയ്തതിന് ശേഷം ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും, വൾച്ചറുമായിട്ട് പ്രസന്റ് സംസാരിക്കുന്നത്. പക്ഷെ പിന്നീട് 2 സിനിമകൾ വന്നിട്ട് നമുക്ക് സ്കോർപ്പിയനെ കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ ബ്രാൻഡ് ന്യൂ ഡേയിലൂടെ ക്യാരക്ടർ തിരിച്ചെത്തുകയാണ്. അരിക്കുറി പ്രോപ്പർ സ്യൂട്ടായിട്ട് തന്നെ സ്പൈഡർമാൻ വേഴ്സസ് സ്കോർപ്പിയൻ ആണ് നമ്മൾ ഈ ഒരു ക്ലിപ്പിൽ കാണുന്നത്. അത് സ്കോർപ്പിയൻ്റെ ആ ഒരു കൊമിക് ആക്യുറേറ്റ് ആയിട്ടുള്ള പച്ച സ്യൂട്ടും അത് വെച്ചിട്ട് ആ വാല് കൊണ്ടുള്ള ഒരു അറ്റാക്ക് ഒക്കെയാണ് നമുക്ക് ഈ ഒരു സീനിൽ കാണാൻ സാധിക്കുന്നത്. സ്കോർപ്പിയൻ അടക്കം ഒരുപാട് സ്ട്രീറ്റ് ലെവൽ വില്ലൻസ് ഈ ഒരു സിനിമയിൽ ഉണ്ടാകും. ഇവരൊക്കെ ആയിട്ട് സ്പൈഡർമാൻ സിനിമയുടെ തുടക്കത്തിൽ ഫൈറ്റ്സ് ഉണ്ടാവുന്നതൊക്കെ നേരത്തെ കേട്ടിരുന്നു. നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ സിനിമയുടെ തുടക്കത്തിൽ അവർ കുറേ പേര് ഫൈറ്റ് ചെയ്യുന്നുണ്ടല്ലേ, ഏകദേശം അതുപോലെ തന്നെ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല. മേ ബി ഒരു ഹോൾ ബ്രോഡ് സ്റ്റോറിയിലേക്ക് ഇത് കണക്റ്റ് ആയേക്കാം, അല്ലെങ്കിൽ ഒരു ഇൻട്രോ പോലെ ഇവരെല്ലാം സ്പൈഡർമാൻ നേരിടുന്നത് മാത്രമായേക്കാം. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ആദ്യത്തെ 4-5 എക്സ്ക്ലൂസീവ് ക്ലിപ്സ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തു, കാണാത്തൊരു ചെക്കൗട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ബാക്കി വന്ന കുറേ ക്ലിപ്പുകളൂടെ ചെയ്തു. ഇനി 3ാമതൊരു വീഡിയോ ഉണ്ടായിരിക്കത്തില്ല. എന്തായാലും ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടും കുറച്ച് ക്ലിപ്സ് ഇറങ്ങും. പക്ഷേ അടുത്ത 4:30-ക്ക് ട്രെയിലർ വരുന്ന സ്ഥിതിക്ക് ഇനിയിപ്പം ഡയറക്റ്റ് അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ അങ്ങ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ പക്ഷേ എന്തായാലും പറയും, നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് ശേഷം വന്ന ക്ലിപ്സ് ഏതൊക്കെയാണ് നമുക്ക് ആ വീഡിയോയുടെ അവസാനം ഒന്ന് സ്പെസിഫൈ ചെയ്ത് ഞാൻ ഇട്ടേക്കാം, അതും കൂടെ കിടക്കട്ടെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ മാർവൽ DC സൂപ്പർ റിലേറ്റഡ് ഒരുപാട് വീഡിയോസ് ചാനലിൽ ചെയ്യുന്നുണ്ട്. കണ്ടൻസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജ് മറക്കരുത്. ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ, അതായത് നമ്മുടെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ ഒഫീഷ്യൽ ട്രെയിലർ ബ്രേക്ക് ഡൗണിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.